ബംഗാളിലെ ഫാൾട്ട മണ്ഡലത്തിലെ റീപോളിംഗിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഈ ഫാൾട്ട മണ്ഡലം എന്ന് കേൾക്കുമ്പോൾ ഇത് ഏത് മണ്ഡലമാണ് എന്ന് സംശയം ഉന്നയിക്കുന്ന പ്രേക്ഷകർക്കായി ഈ ഫാൾട്ട മണ്ഡലം ഓർമ്മിച്ചു വയ്ക്കേണ്ട ഒരു മണ്ഡലമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ബാൻഡേഡ് ഒട്ടിച്ചും വിക്സ് പുരട്ടിയും BJPയുടെ താമര ചിഹ്നം മറച്ചിരുന്ന പോളിംഗ് ബൂത്തുകൾ ഉണ്ടായിരുന്ന മണ്ഡലമാണ് ഈ ഫാൾട്ട മണ്ഡലം എന്ന് പറയുന്നത്. വിക്സ് പുരട്ടിയ BJPയുടെ ആ ഒരു ചിഹ്നത്തിൽ കുത്തിയ ജനങ്ങളുടെ കൈ മണപ്പിച്ചു നോക്കി അവരെ മർദ്ദിക്കുന്ന ജഹാംഗീർ ഖാന്റെ മണ്ഡലമാണ് ഈ ഫാൾട്ട മണ്ഡലം എന്ന് പറയുന്നത്. റീപോളിംഗിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ BJP 50,000 വോട്ടുകൾക്ക് അവിടെ മുന്നിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇതാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. ബംഗാളിലെ ഫാൾട്ട മണ്ഡലത്തിലെ അനിഷേധ്യ തൃണമൂൽ ഗുണ്ട നേതാവായിട്ടുള്ള ജഹാംഗീർ ഖാൻ അരങ്ങുവാണിരിക്കുന്ന മണ്ഡലമാണ് ഈ ഫാൾട്ട മണ്ഡലം എന്ന് പറയുന്നത്. ഈ ജഹാംഗീർ ഖാനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പേര് കേട്ടാൽ ജഹാംഗീർ ഖാന്റെ ആ ക്രൂരമുഖം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. സന്ദേശ് ഖാലി എന്ന് പറയുന്ന സ്ഥലത്ത് 100 കണക്കിന് ഹിന്ദു പെൺകുട്ടികളെ ക്രൂര പീഡനത്തിന് ഇരയാക്കിയ വ്യക്തിയാണ് ജഹാംഗീർ ഖാൻ എന്ന് പറയുന്നത്. ഇയാളുടെ മണ്ഡലമാണ് ഫാൾട്ട മണ്ഡലം. തൃണമൂലിന്റെ നല്ല അസൽ ഗുണ്ട നേതാവാണ് ഇയാൾ എന്ന് പറയുന്നത്. ജഹാംഗീർ ഖാൻ മെയ് 4 ഇലക്ഷൻ ഫലം വന്നാൽ നമുക്ക് ഫാൾട്ടയിൽ ഉടനെ ഒരു ഇലക്ട്രിക് ശ്മശാനം വേണം. ഒരുപാട് ആൾക്കാർ ഹൃദയാഘാതം മൂലം മരിക്കും. അതുകൊണ്ട് ഒരുപാട് പേർക്ക് അന്ത്യകൂദാശ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് താൻ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അതേ മണ്ഡലത്തിലാണ് ഇയാൾ 4ാം സ്ഥാനത്ത് ഇപ്പോൾ പോയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. പരസ്യമായി മമതയുടെ പിൻഗാമി പറഞ്ഞ വാക്കുകളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. എന്തായാലും ബംഗാളിൽ ജനങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം തിരികെ വരികയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.